ഈ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ അഥവാ IT ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു 10-15 വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവുക. ഓക്കെ. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ് ഡിജിറ്റൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, എല്ലാ കാര്യത്തിലും വന്നു. ഈ ഒരു ആഫ്റ്റർ കോവിഡിന് മുന്നേ ഉള്ള കാലഘട്ടത്ത് നമ്മൾ കറൻസികളൊക്കെ ലിക്വിഡായിട്ട് കൊണ്ടു കിടക്കുന്നതിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നു. ഓൺലൈൻ ട്രാൻസാക്ഷൻസിലേക്ക് പോയി. അപ്പോൾ ഒരു ഡ്രമാറ്റിക് ചേഞ്ചാണ് ശരിക്കും എവിടെ വന്നിട്ടുള്ളത്, ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ടാവുക. നമ്മളെ ചെറുപ്പകാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഗേറ്റുകളും ഡോറുകളൊക്കെ ശരിക്കും തള്ളി തുറക്കുന്ന ഒരു കാലഘട്ടം ഓർമ്മയിൽ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം എഫേർട്ട്ലെസ് ആയി, ടെക്നോളജി ഓട്ടോമേറ്റഡ് ആയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചേഞ്ച് അഥവാ ELVന്റെ കടന്നുവരവ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിൽ പറയാം. ELV എക്സ്ട്രാ ലോ വോൾട്ടേജ് ELV ടെക്നോളജിയുടെ കടന്നുവരവോടുകൂടി ശരിക്കും എല്ലാം ഓട്ടോമേറ്റഡ് ആയി തുടങ്ങി. ഇത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതല്ല പണ്ട് കാലത്ത് ഇതൊരു പോർഷന് വേണ്ടി ചെയ്തിരുന്ന കൺസെപ്റ്റ് മാറി ഇപ്പോൾ എനർജി സേവിങ്ങിനും എഫേർട്ട്ലെസ് ആക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു ELV ടെക്നോളജി ഒക്കെ മാർക്കറ്റിൽ വന്നത്. ഇതുപോലെ തന്നെ പല ലോക്കലി റൺ ചെയ്യുന്ന കമ്പനികളും ഗ്ലോബൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി, ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും.